എന്തെല്ലാം വർണ്ണങ്ങൾ, ഏതെല്ലാം ബന്ധങ്ങൾ, ഏതെല്ലാം പൂക്കൾ ഈ ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. എന്തെല്ലാം വർണ്ണങ്ങൾ, ഏതെല്ലാം ബന്ധങ്ങൾ, ഏതെല്ലാം പൂക്കൾ ഈ ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. ആദം പിതാവിൻ്റെ ഹൗവ മാതാവിൻ്റെ ആരംഭ കൺമണി മക്കൾ നമ്മൾ, സഹചർ ആരാരും അന്യന്മാർ അല്ല നമ്മൾ. ആദം പിതാവിൻ്റെ ഹൗവ മാതാവിൻ്റെ ആരംഭ കൺമണി മക്കൾ നമ്മൾ, സഹചർ ആരാരും അന്യന്മാർ അല്ല നമ്മൾ. എന്തെല്ലാം വർണ്ണങ്ങൾ, ഏതെല്ലാം ബന്ധങ്ങൾ, ഏതെല്ലാം പൂക്കൾ ഈ ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. പകയും വാസൂയയും പലഭേദ ചിന്തയും പതിവാക്കാതൊറ്റ മനസ്സുമായി നമ്മൾ പരിശുദ്ധരായാൽ ജയിച്ചു പോയി. പകയും വാസൂയയും പലഭേദ ചിന്തയും പതിവാക്കാതൊറ്റ മനസ്സുമായി നമ്മൾ പരിശുദ്ധരായാൽ ജയിച്ചു പോയി. എന്തെല്ലാം വർണ്ണങ്ങൾ, ഏതെല്ലാം ബന്ധങ്ങൾ, ഏതെല്ലാം പൂക്കൾ ഈ ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. കറുത്തിട്ടും നമ്മൾ വെളുത്തിട്ടുമാണേലും കരുത്തേകും ചോരയ്ക്കൊരൊറ്റ വർണ്ണം, ഓർത്താൽ കരളിൻ തുടിപ്പിൻ ഒരൊറ്റ ശബ്ദം. കറുത്തിട്ടും നമ്മൾ വെളുത്തിട്ടുമാണേലും കരുത്തേകും ചോരയ്ക്കൊരൊറ്റ വർണ്ണം, ഓർത്താൽ കരളിൻ തുടിപ്പിൻ ഒരൊറ്റ ശബ്ദം. എന്തെല്ലാം വർണ്ണങ്ങൾ, ഏതെല്ലാം ബന്ധങ്ങൾ, ഏതെല്ലാം പൂക്കൾ ഈ ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. എന്തെല്ലാം ബന്ധങ്ങൾ, ഏതെല്ലാം ബന്ധങ്ങൾ, ഏതെല്ലാം പൂക്കൾ ഈ ഉദ്യാനത്തിൽ, അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും 1000
അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഞാൻ വയനാട്ടുകാരൻ PTM കുട്ടി എന്ന് പറയുന്ന മുഹമ്മദ് കുട്ടി. നിങ്ങളുടെ ഒക്കെ പ്രോത്സാഹനം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മേഖലയിൽ എത്തിപ്പെട്ടത്. പിന്നെ കൂടുതൽ എനിക്ക് പ്രോത്സാഹനം നൽകിയത് എൻ്റെ പ്രിയപ്പെട്ട പരേതനായ വന്യപിതാവ്, പിന്നെ എൻ്റെ പ്രിയ പെങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ എനിക്ക് സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്തരം മേഖലയിൽ തന്നെ എത്തിപ്പെടാൻ കഴിഞ്ഞതും ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ സാധ്യമായതും. പിന്നെ ഞാൻ വയനാട്ടിലാണ് ജനിച്ചത്. ഞാൻ ചെയ്യുന്ന ജോലി ടൈലറിംഗ് ആണ്. ചില പാട്ടുകളൊക്കെ ഞാൻ രചിക്കാറുണ്ട്. അത് വെളിച്ചം കണ്ടിട്ടില്ലെങ്കിലും സ്വന്തം പാടി ആത്മസംതൃപ്തി അടയലാണ്. എന്തായാലും അതിന് ഒരിക്കൽ കൂടി വെളിച്ചം കാണുവാൻ ഈ ഒരു മാധ്യമം വഴി തിരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹസ്മരണമായ പെരുമാറ്റം കൊണ്ടും ഈ കലാരംഗത്തേക്കുള്ള പിടിക്കൽ കൊണ്ടും ഞാൻ വളരെ സന്തുഷ്ടനാണ്. തിരക്ക് പിടിച്ച ഈ സമയത്തും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അവരുടെ താല്പര്യപ്രകാരം തന്നെ എനിക്ക് ഇതിലേക്ക് എത്തിപ്പെടുവാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവരോട് ഞാൻ നന്ദി പ്രകടിപ്പിക്കുകയാണ്. ഈ അടുത്ത് ഞാൻ രചിച്ച ഒരു ഗാനം ട്യൂൺ ചെയ്തത് കുറച്ച് ഞാനിവിടെ സമർപ്പിക്കുകയാണ് ശ്രോതാക്കൾക്ക്. ആറടി മണ്ണിൽ പൊലിയുന്നു ജീവിതം, ഓർമ്മയുണ്ടോ ഖൽബിലാർക്കെങ്കിലും? ആഖിർ സമാനിൻ അലങ്കാര വൈഭവം ആലം നിറഞ്ഞു കവിഞ്ഞെങ്കിലും. ആറടി മണ്ണിൽ പൊലിയുന്നു ജീവിതം, ഓർമ്മയുണ്ടോ കൽവിലാർക്കെങ്കിലും? ആഖിർ സമാനിൻ അലങ്കാര വൈഭവം ആലം നിറഞ്ഞു കവിഞ്ഞു കണ്ടോ? ഇല്ലായ്മയിൽ നിന്നും സർവവും പടച്ച ജല്ല ജലാലിനെ ഓർമ്മയുണ്ടോ? ഇല്ലായ്മയിൽ നിന്നും സർവവും പടച്ച ജല്ല ജലാലിനെ ഓർമ്മയുണ്ടോ? മുത്ത് റസൂലിൻ്റെ തൂമൊഴി ശ്രവിച്ച മർത്യന്മാരാരി മണ്ണിലുണ്ടോ? മുത്ത് റസൂലിൻ്റെ തൂമൊഴി ഗ്രഹിച്ച മർത്യന്മാരാരി മണ്ണിലുണ്ടോ? ആറടി മണ്ണിൽ പൊലിയുന്നു ജീവിതം, ഓർമ്മയുണ്ടോ കൽബിലാർക്കെങ്കിലും? ആഖിർ സമാനിൻ അലങ്കാര വൈഭവം ആലം നിറഞ്ഞു കവിഞ്ഞെങ്കിലും. ഞാൻ പറഞ്ഞു, എൻ്റെ ഈ മേഖലയിലേക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ട് ചെറുപ്പകാലത്ത് കൊണ്ടുവന്നത് എൻ്റെ പ്രിയപ്പെട്ട പിതാവാണ്. അന്നൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ടാവുള്ളൂ സ്കൂളിൽ. ആ സമയത്തൊക്കെ വാപ്പ പറഞ്ഞ് എടുത്ത് വെച്ച് പാടടാ എന്ന് പറയും. അങ്ങനെ അത് പാടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു തല്ലുറപ്പാണ്. അപ്പോൾ അതിന് ശേഷം സ്കൂളിൽ ചെന്നാലും തല്ലുറപ്പാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് ഇടയിലും കൂടിയാണ് ഞാനിത് പഠിച്ച് പിന്നെ അത് സ്വായത്തമാക്കി
പിന്നെ എൻ്റെ ഏക പെങ്ങൾ ആമിന, അവർ മുഹമ്മദ് ബാബുവിൻ്റെ കൂടെ കഥാപ്രസംഗത്തിന് പാടാൻ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ഹാർമോണിയം കുട്ടിക്ക് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ വാപ്പ പറഞ്ഞു അവൻ പഠിക്കുമെന്ന്. അത് കുഴപ്പമില്ല, പഠിച്ചോളും എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പെങ്ങൾ വായിക്കും, നന്നായിട്ട് വായിക്കും. അപ്പോൾ എന്നെ അടുത്തിരുത്തി ഇങ്ങനെ സരിഗമ വരെ കാണിച്ചു. ഒരു ഗുരു എന്നത് അതാണ്. അന്നൊന്നും അങ്ങനെ ഒരുപാട് പോയി പഠിക്കാനുള്ള സാമ്പത്തികം നമുക്ക് ഉണ്ടായിട്ടില്ല. ആ ഒരു സന്ദർഭം വല്ലാതെ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. കാരണം ടൈലർ പണി എടുത്തിട്ടായിരുന്നു അന്ന് പൊതുവെ വാപ്പ കുടുംബം പോയിട്ടിരുന്നത്. പിന്നെ സ്കൂളിലൊക്കെ നടന്നു പോവുകയായിരുന്നു അന്ന്. ഇന്നത്തെ പോലെ സംവിധാനങ്ങളില്ലല്ലോ. എങ്കിലും സ്കൂളിലൊക്കെ അന്നും ഈ പാട്ട് പാടി ഞാനിത് ചെറുങ്ങനെ വായിക്കുമ്പോൾ ആ സ്ഥാനം കൊണ്ട് തന്നെ സ്കൂൾ ലീഡറൊക്കെ ആക്കിയിട്ടുണ്ട് എന്നെ. അപ്പോൾ വല്ലാത്ത ആ അസംബ്ലിയിലൊക്കെ ഫസ്റ്റ് പാട്ടെല്ലാം പാടിച്ചിട്ടാണ് അവിടെ ക്ലാസ്സിലേക്ക് കയറലുമൊക്കെ. അപ്പോൾ അവിടെ മുതൽ ഞാൻ ഇങ്ങനെ തോന്നി പാടിയാൽ നന്നാവും. നമുക്ക് സ്വന്തം ഒരു തോന്നൽ വരുമ്പോഴാണല്ലോ ഉന്നതിയിലെത്താൻ തോന്നുക കൂടുതൽ. പിന്നെ ടൈലറിങ്ങും വാപ്പ തന്നെയാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഈ രണ്ടും കൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഫ്രീഡം എന്നൊരു അത് ചില സമയത്ത് കിട്ടാറില്ലായിരുന്നു. അന്ന് കുറച്ച് നമുക്ക് മനസ്സിൽ വിഷമം തോന്നിയിരുന്നെങ്കിലും ഇന്ന് ഈ ഒരു കല കൊണ്ട് ഞാൻ അറിയപ്പെടുന്നു. ടൈലറിങ് മോശമല്ല എങ്കിലും അത് മാത്രമായിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഈ സുഹൃത്തുക്കളെന്ന് എനിക്ക് പരിചയപ്പെടാൻ പറ്റുമായിരുന്നില്ല.